ശരാശരി അമേരിക്കക്കാരന് സുഖകരമായി ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ജീവിക്കാൻ $1 മില്യൺ വേണ്ടിവരുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? എന്നാൽ യാഥാർത്ഥ്യം ഇതാണ്. അമേരിക്കയിലെ ജീവനക്കാരുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഒരു പഠനം പുറത്തു വന്നിട്ടുണ്ട്. ഷ്രോഡർ എന്ന സ്ഥാപനമാണ് ഇത് നടത്തിയത്. പഠനത്തിൽ പങ്കെടുത്ത പകുതിയോളം ആളുകൾക്കും, അതായത് 48% ആളുകളും വിരമിക്കുമ്പോൾ $5 ലക്ഷം കുറഞ്ഞ സമ്പാദ്യമേ ഉണ്ടാകൂ എന്നാണ് പറയുന്നത്. ഏകദേശം $12 ലക്ഷം ഉണ്ടായാലേ തൃപ്തികരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയൂ എന്നാണ് ഭൂരിപക്ഷം ആളുകളും പറയുന്നത്. എന്നാൽ പഠനത്തിൽ പങ്കെടുത്തവരിൽ 26% ആളുകൾക്കും $2,50,000 താഴെ മാത്രമേ സമ്പാദ്യമുണ്ടാകൂ. 30% പേർക്ക് $1 മില്യൺ എന്ന ലക്ഷ്യത്തിലെത്താൻ സാധിക്കുമെന്നും കരുതുന്നു. ഇത്രയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും 40% പേർക്ക് മാത്രമേ തങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസമുള്ളൂ. പല ആളുകൾക്കും ജോലിസ്ഥലത്തെ റിട്ടയർമെൻറ്റ് പ്ലാനാണ് പ്രധാന സാമ്പത്തിക ആസ്തി. ഏകദേശം 69% ആളുകളും ഇതിനെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ 19% ആളുകൾ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ റിട്ടയർമെൻറ്റ് പ്ലാനിലേക്കുള്ള പണം അടക്കുന്നത് കുറച്ചു. 17% പേർ ഈ പ്ലാനിൽ നിന്ന് പണം കടമെടുത്തിട്ടുണ്ട്. വെറും 20% ആളുകൾ മാത്രമാണ് ഓട്ടോമാറ്റിക് എസ്കലേഷൻ ഉപയോഗിക്കുന്നത്. ഓട്ടോമാറ്റിക് എസ്കലേഷൻ എന്നാൽ കാലക്രമേണ റിട്ടയർമെൻറ്റ് പ്ലാനിലേക്കുള്ള പണം അടക്കുന്നതിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടിരിക്കുക എന്നതാണ്. 29% പേർക്കും അത്യാവശ്യ ഘട്ടങ്ങളിൽ പണം ആവശ്യമായി വന്നിട്ടുണ്ട്. അവർ റിട്ടയർമെൻറ്റ് പ്ലാനിൽ നിന്ന് പണം പിൻവലിച്ചിട്ടുണ്ട്. 25% പേർ ക്രെഡിറ്റ് കാർഡിലെ കടം വീട്ടാനും മറ്റ് കടങ്ങൾ തീർക്കാനുമാണ് ഈ പണം ഉപയോഗിച്ചത്. ജീവിത ചെലവുകൾ കൂടിയത് കാരണം 22% പേർക്കും പണം പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട്. വീട് വാങ്ങാൻ 15% പേരും ചികിത്സാ ചെലവുകൾക്കായി 14% പേരും പണം പിൻവലിച്ചെന്നാണ് പറയുന്നത്. നിങ്ങളുടെ സമ്പാദ്യം എങ്ങനെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന ചോദ്യത്തിന് 31% ആളുകൾക്കും കൃത്യമായ മറുപടിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ നിക്ഷേപം നടത്തിയവരിൽ 33% ഇക്വിറ്റികളിലും 23% പണമായിട്ടും 16% ഫിക്സഡ് ഇൻകം നിക്ഷേപങ്ങളിലും 16% മറ്റ് ആസ്തികളിലും 14% ടാർഗറ്റ് ഡേറ്റ് ഫണ്ടുകളിലുമാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നത്. പണമായി സൂക്ഷിക്കുന്നവരിൽ 53% പേർ സുരക്ഷിതത്വം ഉറപ്പാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. 47% പേർ നിക്ഷേപം വൈവിധ്യവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നു. 23% പേർക്ക് എങ്ങനെ നിക്ഷേപണം നടത്തണമെന്ന് അറിയില്ല. പല ആളുകൾക്കും പണത്തെക്കുറിച്ച് വലിയ ടെൻഷനുണ്ട്. 65% പേർ പണത്തെക്കുറിച്ച് ഒരുപാട് ആകുലപ്പെടുന്നു. 56% പേർക്ക് സാമ്പത്തികപരമായ സമ്മർദ്ദം ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. 53% പേർ ദിവസവും 1 മണിക്കൂറെങ്കിലും സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നാണ് സർവേയിൽ പറയുന്നത്. 59% ആളുകളും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് നിക്ഷേപം നടത്താൻ കൂടുതൽ സഹായം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കൂടുതൽ ഗൈഡൻസ് തരാൻ ആളുണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഈ പഠനം കാണിക്കുന്നത് പല അമേരിക്കൻ ജീവനക്കാരും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്നാണ്. അവർക്ക് വിരമിക്കുമ്പോൾ ആവശ്യമായ പണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല. പലർക്കും എങ്ങനെ ശരിയായ രീതിയിൽ നിക്ഷേപം നടത്തണമെന്നും അറിയില്ല. അതിനാൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ജീവനക്കാർക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കൂടുതൽ സഹായം നൽകുന്നത് നല്ലതാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.